ഞാൻ നേരത്തെ വെള്ളാപ്പള്ളിയെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നാണ് അത് രാവിലെ അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ഈ പെന്തക്കോസ്തുകാർ പണം കൊടുത്തിട്ടാണ്, പണവും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് അവർ മതപരിവർത്തനം ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തി. ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അകത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ പണം കൊടുത്താണോ ഈ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം നടത്തുന്നത്? അറിയാൻ സാധിച്ചത്, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ സഹോദരി കുടുംബമായിട്ട്, അറിയാമല്ലോ എത്ര പേര് കാണും, വലിയൊരു കുടുംബം, അവർ പെന്തക്കോസ്ത് സഭയിൽ. അപ്പം ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടാണ് അവർ പെന്തക്കോസ്ത് സഭയിൽ പോയത്. പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് കയറി മനസ്സിലാക്കി, വെള്ളാപ്പള്ളി നടേശൻ്റെ ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻ എന്നൊക്കെ പറയുന്ന 18ഓളം പേര് പെന്തക്കോസ്തുകാരെ. ഇവരൊക്കെ പണം കൊടുത്തിട്ടാണോ പോയത്? ഇവരൊക്കെ ദാരിദ്ര്യമുള്ളവരാണോ? അതാ പറയുന്നത്, പുള്ളി ചുമ്മാ വെറുതെ വിടുവാത്തരം പറഞ്ഞു കൂട്ടുകയാണ്. വെറുതെ ഒരു സംഭവം എടുത്തിട്ടു. ഇപ്പം ഇതിനെപ്പറ്റി അന്വേഷണം ഞാൻ വീണ്ടും നടത്തി. കടിച്ചുകുളങ്ങര ഉള്ള അവിടെ ഭൂരിഭാഗം നിങ്ങൾക്കറിയാം ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്. വെള്ളാപ്പള്ളി അയൽവാസികളും അവിടെയുള്ള സംഭവങ്ങളും ബന്ധുക്കളും അകന്ന ബന്ധുക്കളും. ഇവരേറ്റവും കൂടുതൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുന്ന സ്ഥലം എവിടെ നിങ്ങൾ കണ്ടു മനസ്സിലായിക്കോണം, ഈ നമ്മുടെ ഈ കൃപാസന അച്ഛൻ്റെ അടുത്ത്. അപ്പം ഇവരെല്ലാം ഈ കൃപാസന അച്ഛൻ, ഞാൻ ഈ കൃപാസന അച്ഛനെ ഞാൻ പിന്തുണയ്ക്കുന്ന ആളല്ല. കാരണം അച്ഛൻ പറയുന്ന അതിൻ്റെ പേപ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃപാസനം വലുതാകും. കാരണം ഇങ്ങനെയുള്ള സൂപ്പർട്ടീഷ്യസ് ആയിട്ടുള്ള കാര്യത്തിനൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. സോ ഐ ബിലീവ് ഇൻ ഗോഡ്. അന്ധവിശ്വാസവും പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുവൽ സാറ് പുറത്തുവിടുന്നൊരു വാർത്തയാണത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ PC ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ. അദ്ദേഹം പറഞ്ഞത്, PC ജോർജ് BJP-യിലേക്ക് വന്ന സമയത്ത് ഒറ്റക്കാണ് വന്നത്, കൂടെ വേറെ ആരും വന്നില്ല, മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, PC ജോർജ് ഇവിടെ ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവില്ലാത്തൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു, PC ജോർജ് ഇതുപോലെ പ്രസ്താവന നടത്തുന്ന സമയത്ത് ഇവിടെ നിരവധി ഹിന്ദുക്കളെ പെന്തക്കോസ്തുകാർ പണം കൊടുത്ത് മതം മാറ്റുന്നുണ്ട് എന്നുള്ള ഒരു വിഷയം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം മാത്യു സാമുവൽ സാർ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, സാറ് പറയുന്നൊരു വിഷയം യാഥാർത്ഥ്യമാണെങ്കിൽ, യാഥാർത്ഥ്യമല്ല എന്ന് പറയാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു കാര്യമുണ്ട്. കാരണം ഇദ്ദേഹം പലപ്പോഴും വീഡിയോകളെല്ലാം ചെയ്യുന്നത്, പലപ്പോഴല്ല എല്ലാ വീഡിയോകളും ചെയ്യുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടാണ്. അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ, അത് ഭാര്യയുടെ അനിയത്തി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഹിന്ദു സമൂഹം ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിക്കുക മാത്രമല്ല, അതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരം കൂടി കാണാം. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞൊരു 5 വർഷങ്ങൾക്ക് മുന്നുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം പറഞ്ഞത്, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു ഐക്യം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരാളായിരുന്നു. പിന്നെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു പ്രസ്താവനകളൊന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് പിണറായി വിജയൻ മികച്ച മുഖ്യമന്ത്രിയാണെന്നുള്ള രീതിയിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം കേരളത്തിലെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഒരു 100% ഉറപ്പാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, PC ജോർജിനെ പറ്റി പറയുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോ ഇതിലൊരു വലിയൊരു തെളിവുമായിട്ട് മാത്യു സാമുവൽ സാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, PC ജോർജും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന 2 വ്യക്തികളെ നമ്മൾക്കൊന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ, PC ജോർജ് എപ്പോഴും എന്താണ് ചെയ്യുന്നത്, PC ജോർജിന്റെ മതത്തിന്റെ ഉള്ളിലേക്ക് ജിഹാദി ഭീകരവാദികൾ വലിയ തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഈ വിഷയം PC ജോർജ് എന്താണ് ചെയ്യുന്നത്, കൃത്യമായിട്ട് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ജിഹാദി ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായിട്ടുള്ള മതം മാറ്റം നടക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്നത് ഉറച്ചൊരു നിലപാടായിട്ട്, അതിൽ ഇത്രയും നാളായിട്ട് അദ്ദേഹം മാറി ചിന്തിക്കുകയോ മാറി ഒരു സംസാരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണയായിട്ട് KCBC അടക്കമുള്ള കത്തോലിക്ക സഭയുടെ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സീറോ മലബാർ സഭ മുന്നോട്ട് വന്നിരുന്നു. കഴിഞ്ഞ ഒരു 5-10 ദിവസങ്ങൾക്ക് മുന്നാണ് PC ജോർജ് ഒരു പ്രസ്താവന നടത്തിയത്. പാലാ
പാലയിൽ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 400ഓളം പെൺകുട്ടികൾ മീനച്ചിൽ താലൂക്കിൽ ജിഹാദിൽ അല്ലെങ്കിൽ ലവ് ജിഹാദിൽ അകപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു മതം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന. അപ്പോ പി സി ജോർജ് എപ്പോഴും പി സി ജോർജിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും വിളിച്ചു പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും പി സി ജോർജ് ആണെങ്കിലും പി സി ജോർജിന്റെ മകനാണെങ്കിലും 100% ഒരു ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഇത്രയും നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ ഇവിടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ വലിയ തരത്തിൽ നടക്കുന്ന പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന മതം മാറ്റം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇപ്പൊ പെന്തക്കോസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു മതപരിവർത്തനത്തിന് ഇവരെല്ലാവരും അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇരയാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺവെർഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിഹാരം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്താണ്? ഇവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റി ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം തന്നെ മാറിപ്പോകും. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ അധികാരത്തിലേക്ക് വരണം എന്നുള്ളൊരു താല്പര്യമായിട്ട് ഒരു വലിയ രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗം ഈഴവ വിഭാഗം തന്നെ. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇതിന്റെ ഒരു വലിയ റിസൾട്ട് കിട്ടിയതാണ്. ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചെങ്കിൽ പോലും അത് ആ വിജയത്തിന് സമാനമായിട്ടുള്ള പല മത്സരങ്ങൾ, ഒരു വലിയ മത്സരങ്ങൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പല പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടന്നു. അത് ആലത്തൂരാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയായിരുന്നു. 1,48,000 വോട്ടുകളിൽ നിന്ന് 3 ലക്ഷം വോട്ടുകളിലേക്ക് ശോഭാ സുരേന്ദ്രന് ഉയരാൻ പറ്റിയത്, വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയതെല്ലാം നമ്മൾ ഈ പറയുന്ന ഈഴവ വിഭാഗത്തിന്റെ, ആലപ്പുഴയിലെ ഈഴവ സമൂഹത്തിന് വലിയൊരു പിന്തുണയാണ്. അപ്പോൾ ഈ പിന്തുണ കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും കിട്ടിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് LDFന്റെ ഒരു സംവിധാനമൊക്കെ തകർത്തരിപ്പണമായി പോകും. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മതപരിവർത്തനത്തിന് എതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുകയും അല്ലെങ്കിൽ നിയമനിർമ്മാണം പോലും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളോട് ജീവിക്കുന്നത്. അപ്പൊ ഈഴവ സമൂഹത്തിന്റെ ഇടയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഹൈന്ദവ സമൂഹം വലിയ രീതിയിൽ ചിന്തിക്കണം. വെള്ളാപ്പള്ളി പോലുള്ള ഒരു SNDP ഒരു ഈഴവ സമുദായത്തിന്റെ വലിയ തരത്തിൽ തലമൂത്ത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന സമയത്ത് ഏതെല്ലാം അറ്റം വരെയും പോയിട്ട് അന്വേഷണം നടത്തിയിട്ടാണ് നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടും. നമ്മൾ ചിന്തിച്ചു നോക്കണം. വേറെ തമാശയായിട്ട് പറയുന്നത് ഞാൻ ഇത് കാണുന്നില്ല. കാരണം അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ പോലും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് കാണാനായിട്ട് എന്തായാലും എനിക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം ഓരോ വിഷയത്തെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ല, അത് അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമാൻ മാത്യു സാമുവൽ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടാണ് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ മുന്നിൽ കണ്ടത്. എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, ഇതൊരു സത്യസന്ധമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കും. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്.